ഈ കഫേ ഡേറ്റ് വിത്ത് നോഹ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നല്ലൊരു ഗുമ്മുണ്ടല്ലേ. ആക്ച്വലി ഇതൊന്നല്ല റിയാലിറ്റി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഗോൾഡായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്തൊക്കെ പോയപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള കഫേയിൽ ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻ വരുന്നിട്ട് നോക്കാം. ഇതൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതായത് ഇതേപോലത്തെ റിസൾട്ട് കിട്ടും. മൂപ്പരവിടെ ക്ലാപ്പ് ചെയ്ത് നിൽക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈബ്സ്, ബിബ്സ്, സിപ്പർ, ടിഷ്യൂ, പമ്പേഴ്സ് ഇത്ര ഐറ്റംസ് വേഗം പാക്ക് ചെയ്തിട്ട് നേരെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയി. എന്തായാലും ഇരുത്തം. അത് കഴിഞ്ഞതിന് ശേഷം നേരെ അതിൻ്റെ അപ്പുറത്തുള്ള സൈൻ കഫേയിലും കൂടി ജസ്റ്റ് ഒന്ന് കയറിയതാണ്. മൂപ്പര് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ നൈഫും ഫോർക്കും സ്പൂണൊക്കെ എനിക്ക് എടുത്ത് തരുന്നുണ്ടായിരുന്നു. മേ ബി അവൻ്റെ ഫുഡ് ചോദിക്കായിരിക്കും, എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കുറച്ച് നേരം സിപ്പറിലൊക്കെ വെള്ളം കുടിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മൂപ്പരുടെ വക ഗാനമേള തുടങ്ങി. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നോഹയും മാമിയും ഒക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മാമി എൻ്റെ അനിയത്തിയാണ്. അങ്ങനെ ഏകദേശം അതൊക്കെ ബോറടിച്ച് തുടങ്ങി. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ആയിട്ടുള്ള ബ്രൗണി വിത്ത് ഐസ്ക്രീം എത്തി. അതെത്തി കഴിഞ്ഞപ്പോൾ എന്തായാലും സന്തോഷം. ഐസ്ക്രീം ഏതായാലും അവനക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബ്രൗണി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. അത് ഞങ്ങൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്കായിരുന്നു. കാരണം മൂപ്പരെ വീണ്ടും അത് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ ചോദിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള ചിക്കൻ സ്റ്റീക്ക് എത്തിയത്. ഇത് ഓർഡറാക്കി കഴിഞ്ഞാലുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അതിലെ ബോയിൽഡ് വെജിറ്റബിൾസൊക്കെ നോഹ കഴിച്ചോളും. അതാകുമ്പോൾ അവനക്കുമായി എനിക്കുമായി. അല്ലാന്നുണ്ടെങ്കിൽ മൂപ്പര് അവിടെ ഒതുങ്ങിയിരിക്കുകയല്ല. കാരണം നമ്മളൊക്കെ ഫുഡ് കഴിക്കുക, അവനക്ക് ഫുഡ് കൊടുക്കാതായി കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അപ്പുറത്തുള്ള ഒരു അക്വേറിയം എന്നൊക്കെ പറയാമല്ലോ. ഇതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയത്തില്ല. തൽക്കാലം പക്കോറി ഇരിക്കട്ടെ. അങ്ങനെ അവിടെ ജസ്റ്റ് ഒക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ യൂട്യൂബിലാണ് നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ് ബൈ.